എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓണം സീരീസിൽ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. ഈ ശർക്കര വരട്ടി ഉണ്ടാക്കിയ 2-3 ആഴ്ച നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ശർക്കര വരട്ടിക്ക് ഏത്തക്കായ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ ഏത്തക്കായ വേണം എടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കാനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഏത്തക്കായയുടെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് വരിപ്പ് വശം നോക്കി ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കത്തി കൊണ്ട് തന്നെ ഇതുപോലെ ഈ തൊലി ഒന്ന് ആദ്യം അടർത്തി കൊടുക്കുക. മൂത്ത ഏത്തക്കായ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി ഇതുപോലെ പൊളിഞ്ഞു പോരും. തൊലി മാറ്റിയ ഏത്തക്കായ ഇനി മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഏത്തക്കായുടെയും തൊലി മാറ്റി മഞ്ഞൾ വെള്ളത്തിലിട്ട് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് വെച്ച് കഴുകി തുടച്ച് അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കുക. അതിനുശേഷം 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ ഈ ഏത്തക്കായ കട്ട് ചെയ്തെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കായയും ഒരേ കനത്തിലാവണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏത്തക്കായയുടെ പീസസ് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ശർക്കര വരട്ടിയുടെ ഏത്തക്കായ വറുക്കുമ്പോൾ ഒരു 6-7 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. അതിനിടയിൽ ഉപ്പുവെള്ളം മിക്സ് ചെയ്ത് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ ഉപ്പുവെള്ളം 1/4 ടീസ്പൂൺ ഒന്ന് തെളിച്ച് കൊടുക്കാം. മധുരമുള്ള വിഭവമായതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പ് ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം വറക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏത്തക്കായയുടെ പീസ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് കോരി എടുത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഏത്തക്കായ ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കുക. പീസുകൾ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രിപ്പ് വറുക്കുമ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഈ ഏത്തക്കായ പീസിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാലം നല്ല ക്രിസ്പി ആയിട്ട് ശർക്കര ഉപ്പേരി ഇരിക്കുന്ന വേണമെങ്കിൽ ഒന്നും കൂടെ വറുത്തെടുക്കണം. സെക്കൻഡ് ടൈം എണ്ണ ചൂടാക്കി വറുത്തെടുക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രം മീഡിയം ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. ഒട്ടും കളറ് മാറാതെ വറുത്ത് കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വറുത്തെടുത്തിട്ട് ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജീരകപ്പൊടി 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി 1 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്, 250 ഗ്രാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയാക്കിയെടുത്ത് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശർക്കര പാനി വീണ്ടും തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ ഒരു നൂൽ പരുവമായിട്ട് വരുന്ന സമയത്താണ് വറുത്ത കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയം വരുമ്പോൾ കായ കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കാം. ചുക്ക്, ഏലക്കായ, ജീരകം ഈ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിയാണ്. പഞ്ചസാര പൊടിക്കാതെയും ചേർക്കാം, പക്ഷേ കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോഴാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നമ്മൾ അരി ഉണ്ടയ്ക്കൊക്കെ അരി വറുത്ത് പൊടിക്കുമല്ലോ, ആ വറുത്ത് പൊടിച്ച അരിപ്പൊടി 1 ടീസ്പൂൺ. ഈ അരിപ്പൊടി കയ്യിലില്ലെങ്കിൽ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ചേർത്താൽ മതി 1 ടീസ്പൂൺ. ഇതും ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കുക. ആ സമയം കൊണ്ട് ശർക്കര നീരൊക്കെ വലിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. വളരെ എളുപ്പമാണ് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഓണത്തിന് ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.